ഒരിക്കലും സ്റ്റാറ്റസ് നടിച്ച് പവർ നടിച്ച് അഹങ്കരിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് അഹങ്കാരത്തിന് പകരം വിനയത്തിന്റെ സ്വഭാവം സ്വീകരിച്ച് അള്ളാഹു തരുന്ന നിഅമത്താണ് വിവാഹമെന്നും ആ വിവാഹം നാളെ മുതൽക്ക് സന്തോഷകരമായി നടത്തിത്തരേണ്ടവൻ അള്ളാഹു ആണെന്നുമുള്ള ബോധമുണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, എത്ര ചെറുപ്പക്കാരുണ്ട്, എനിക്ക് തന്നെ അറിയാവുന്നവരും എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞവരും തന്നെ എനിക്ക് ധാരാളം പറയാൻ കഴിയും. വിവാഹം കഴിച്ച് ഒരു മാസം കഴിയുമ്പോൾ ഭർത്താവിന് ക്യാൻസർ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കിഡ്നിക്ക് അസുഖം, അല്ലെങ്കിൽ മാനസിക രോഗം, ഇങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ ഭൂമി ലോകത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വിവാഹ സമയത്ത് ഈ അഹങ്കാരം പ്രകടിപ്പിക്കുന്ന യുവാക്കൾ അവർക്ക് അവരുടെ ഭാവിയെ സംബന്ധിച്ച് വല്ല വിവരവും ഉണ്ടോ? അഹങ്കരിക്കണമെങ്കിൽ എനിക്ക് ഇനി അങ്ങോട്ട് സുഖം മാത്രമേ ഉള്ളൂ എന്ന ധാരണയാണോ? ഇനി എന്താണ് നിന്റെ മുമ്പിലുള്ളതെന്ന് നിനക്ക് വല്ലതും അറിയാമോ? ഈ വിവാഹം തുടർന്നു പോകുമോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ച് വല്ല വിവരവും ഉണ്ടോ? ഇനി അങ്ങോട്ട് ടെൻഷനാണോ ഞാൻ ഇന്ന് വിവാഹത്തിലൂടെ സമ്പാദിക്കുന്നത്, അതല്ല സന്തോഷമാണോ സമ്പാദിക്കുന്നത് എന്നതിനെ കുറിച്ച് വല്ല വിവരവും ഉണ്ടോ? അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ യുവാക്കൾ ഇടപെടരുത്. അതിനെ സമൂഹം അനുവദിക്കുകയും ചെയ്യില്ല.